മൂന്നാറിൽ വീണ്ടും കാട്ടാന പടയപ്പയുടെ പരാക്രമം. നല്ലതണി എസ്റ്റേറ്റിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പടയപ്പ തകർത്തു. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് കാട്ടുകൊമ്പൻ കാർ ആക്രമിച്ചത്. മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെ കാട്ടുകൊമ്പൻ പടയപ്പ സ്വൈരവിഹാരം നടത്തുന്നത് തുടരുകയാണ്. ഇന്നലെ രാത്രി നല്ലതണ്ണി എസ്റ്റേറ്റിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറാണ് ഇത്തവണ കാട്ടുകൊമ്പന്റെ ആക്രമണത്തിന് ഇരയായത്. പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ചുകൊണ്ടെത്തിയ ആന വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറ് ആക്രമിക്കുകയായിരുന്നു. ദിനകരൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കാട്ടാന തകർത്തത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് കാട്ടാന വീണ്ടും വീണ്ടും ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. நைட்டு வந்து பாருங்க, ஒரு 11:45 கார் வந்து நைட்டு போட்டு எப்பயும் போடுற ரெகுலரா போடுற இடத்துல ஒரு 12:30 போல படையப்பா நைட்டு வந்து என்னோட காரை சேதப்படுத்திடுச்சு. அப்போ நான் உடனே ஃபாரஸ்ட்டுக்கு இன்ஃபார்ம் பண்ணேன். அவங்க ஆர்ஆர்டி அந்த டீம் வந்து பார்த்துட்டு அவங்க யானையை வெட்டி விட்டு என்ன போட்டோ எடுத்துட்டு போயிருக்காங்க. அப்போ காலையில் 10 மணிக்கு ஆஃபீஸ் வர சொல்லியிருக்காங்க. அப்போ இது என்னன்னு பார்த்தீங்கன்னா, இப்போ நானும் டெய்லி கூலி சம்பளம் தான் வேலை செய்கிறேன். பெரிய அளவுக்கு வருமானம் நமக்கு இல்லை. புதுசாக நாங்கள் ஃபேமிலியாக சொந்தமாக கார் வாங்கி எல்லாம் ஷேர் பண்ணி கார் வாங்கியிருக்கோம். மொதல் கார் வேற. என்னோட வருமானத்துக்கு ஏற்ற மாதிரி இப்போ நான் இந்த காரை மெயின்டைன்ஸ் பண்ணோம்னா இப்போ எனக்கு பெரிய எந்த வருமானம் இல்லை. இது தகுந்தபடி இது ஃபாரஸ்ட் ஆஃபீஸர் மூலியமா இல்லை வேற ஹெல்ப் பண்ணி இந்த கார் எனக்கு சரி பண்ணி தரும் மாதிரி താഴ്മ കേട്ടുകൊള്ളുകയും. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കൃഷിവിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം നിർത്തിയിടുന്ന വാഹനങ്ങൾക്കും കാട്ടാന കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. രാത്രി സമയങ്ങളിൽ കുട്ടികളുമായി വീടിനുള്ളിൽ ഭയന്നാണ് എസ്റ്റേറ്റിലെ ആളുകൾ നേരം വെളുപ്പിക്കുന്നത്. என் பேர் ரம்யா, நான் நல்லதண்ணில இருக்கிறேன். நான் 2 மாசமா இந்த யானை இங்கதான் இருக்குது, இந்த வேஸ்ட் போடுற இடத்துலதான் இருக்குது. ஆனா நைட்ல இங்க நல்லதண்ணி எஸ்டேட்ல எங்களோட காரை சேதப்படுத்திருச்சு. பிள்ளைகளை வச்சுட்டு எங்களுக்கு இங்க இருக்கவே பயமா இருக்குது. நைட்லாம் குழந்தைங்க அலறிட்டு இருக்கவே ஒரு இது இல்ல. எங்களுக்கு தகுந்த மாதிரி பாதுகாப்பு கொடுக்கணும்னு அரசாங்கத்துக்கு. പ്രദേശത്ത് കാട്ടാന ശല്യം വർദ്ധിക്കുന്നതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ്. നേരത്തെയും മൂന്നാർ മേഖലയിൽ സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരിയിൽ കടലാർ എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ ഓട്ടോ പടയപ്പ തകർത്തിരുന്നു. മൂന്നാർ ഉദുമൽപെട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാന ഇടയ്ക്കിടെ ഗതാഗത തടസ്സവും തീർക്കുന്നു. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്നു പടയപ്പയെങ്കിൽ ഇപ്പോൾ കാട്ടാന ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ആനയ്ക്ക് മുമ്പിൽ പെടുമോ എന്ന ആശങ്കയോടെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.